ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചന ചാട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടലയും കൊണ്ട് ചാട്ട്. ഇത് നോർത്ത് ഇന്ത്യൻസ് അധികവും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. നമ്മൾ ഈ അവിടെയൊക്കെ പോയ ടൗൺ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാട്ട് കിട്ടും. അപ്പോൾ അത് കടലയും കൊണ്ടുള്ള ചാട്ടാണ്. ഇത് ഇപ്പോൾ കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണം തന്നെ നമുക്കിത് കഴിക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് കാലത്ത് ഇതിൽ കുക്കുംബറും സവാളയും തക്കാളി വേണമെങ്കിൽ പച്ചമാങ്ങ ഇതിൽ ചെറുതാക്കിയിടാം. ഇതൊക്കെ നമുക്ക് തണുപ്പുള്ളതാണ്. പിന്നെ എപ്പോഴും ഈ അരിയാഹാരം കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നേരമൊക്കെ ഉണ്ടാക്കി രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനായിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബൈ. ഇതിന് 1 കപ്പ് കടല രാത്രി വെള്ളത്തിലിട്ടതാണ്. 8 മണിക്കൂർ വെള്ളത്തിലിടുക. ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇടാം. നമുക്ക് വെള്ളം ഒഴിച്ചെടുത്ത് ഇത് വേവാൻ വേണ്ട വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പിടാം. ഇനി ഇത് നമുക്ക് 3-4 വിസിൽ വരുന്ന വരെ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയുടെ ഇല, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ ജീര പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്മൂത്തായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് ഗ്രീൻ ചട്നിയാണ് കേട്ടോ. ഇതാണ് ഗ്രീൻ ചട്നി. ഇനി നമുക്ക് മധുരമുള്ള ഒരു ചട്നി ഉണ്ടാക്കണം. ഇതിന് പുളി കുരുവും നാരൊക്കെ കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ടതാണ്. ഇത് ഒരു മിക്സിയിൽ അരച്ച പുളി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചലിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു കടായി വെച്ചിട്ട് ഈ പുളി നമുക്ക് അരിച്ച് വെച്ച പുളി നമുക്ക് അതിലേക്ക് ഒഴിക്കാം. പുളിയുടെ പൾപ്പ് ഒരു 3/4 കപ്പ് ഉണ്ടെന്ന് അത്ര വെള്ളം ഇടുക. ഇതിൽ 1/4 ടീസ്പൂൺ ജീര പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, ലേശം കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പിടാം കേട്ടോ. അപ്പോൾ ഇത് കുറുകി തുടങ്ങി. നല്ല കുറുകണ്ട,
ഏകദേശം കുറച്ച് ഇങ്ങനെ കുറുകണ പോലെ. ഇനി ഇത് തണുത്താലും കുറച്ച് കുറുകും. അപ്പം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കടല വേവിച്ചതാണ്. ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചത് പൊടിച്ചിട്ടിരിക്കുന്നു. പിന്നെ ഒരു സവാള, തക്കാളി, പച്ചമുളക്, ചാട്ട് മസാല, പിന്നെ ഗ്രീൻ ചട്നി, പിന്നെ ഈ മധുര ചട്നി, അതേപോലെ ഒരു നാരങ്ങയുടെ നീര് എല്ലാം മിക്സ് ചെയ്താണ്. 2 പച്ചമുളകും ചെറുതാക്കിയിട്ടുണ്ട്. ഇതാണ് ചന ചാട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.